നിങ്ങൾ സുരക്ഷിതമായ ഒരു നിക്ഷേപ ഓപ്ഷൻ അന്വേഷിക്കുന്നുണ്ടോ? സീറോ റിസ്ക്, സർക്കാർ ഗ്യാരണ്ടി, ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ മികച്ച റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണോ? നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? മന്ത്ലി ഇൻകം ആണോ അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻകം ആണോ? അതും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ലംസമായ വലിയൊരു തുകയാണോ നിങ്ങൾക്ക് ആവശ്യം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കാർ പിന്തുണയോട് കൂടിയ 9 സ്കീമുകളെ കുറിച്ചാണ്. ഇവയിൽ പലതിൽ നിന്നും നമുക്ക് 8.5% ഇൻട്രസ്റ്റ് റേറ്റും നേടാൻ സാധിക്കും. കൂടാതെ ചില സ്കീമുകൾ ടാക്സ് ഫ്രീയുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 9 സ്കീമുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ സ്കീം തിരഞ്ഞെടുക്കാൻ സാധിക്കും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, അതുമല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റ്സ് ആണോ, സീനിയർ സിറ്റിസൺ ആണോ, ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുയോജ്യമായ ഓരോ സ്കീമുകളെ കുറിച്ചും നമുക്ക് നോക്കാം. സാധാരണ നിങ്ങൾ FDയിലാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 6 മുതൽ 6.5% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾ സർക്കാർ സ്കീമുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷ, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്ലെക്സിബിൾ പേ ഔട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സ്കീമുകളും ടാക്സ് ഫ്രീ ആയി ആ ഒരു എമൗണ്ട് നേടാനും സാധിക്കും. ഞാൻ പറഞ്ഞു 9 ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അവ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിനെ കുറിച്ചാണ്. നിങ്ങൾ സുരക്ഷിതമായ സ്റ്റഡിയായ ഒരു ഗ്രോത്ത് പ്ലാൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയി ലഭിക്കുന്നത് 7.7% വരെയാണ്. ഈ ഒരു സ്കീമിന്റെ കാലാവധി 5 വർഷമാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നമുക്ക് ലംസമായാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് മറ്റ് സർക്കാർ സ്കീമുകളെ പോലെ മന്ത്ലിയോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ലംസമായി ഒരു എമൗണ്ട് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ, മിനിമം 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എപ്പോഴാണ് ലഭിച്ചു തുടങ്ങുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ വർഷവും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് ചെയ്യപ്പെടുകയാണ്. ആ ഒരു മുഴുവൻ തുകയും നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ അതിന്റെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇവയെല്ലാം ചേർന്ന് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ലംസമായി നേടാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന സ്കീമിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തുകയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നിവയെല്ലാം ചേർത്ത് ഏകദേശം 1,44,000 രൂപ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി ആർക്കാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. റെഗുലറായി ഇൻകം ആവശ്യമില്ലാത്ത, പക്ഷേ നമ്മളുടെ കയ്യിലുള്ള പണം സുരക്ഷിതമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് സുരക്ഷിതമായി ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും 5 വർഷം കഴിയുമ്പോൾ ആ ഒരു തുകയുടെ പലിശ സഹിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ ടാക്സ് ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ നേടാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്കീമായ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന പദ്ധതി എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിലെ ഇപ്പോഴത്തെ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 8.5% വരെയാണ്. ഈ ഒരു പദ്ധതിയുടെ കാലാവധി ടെന്യൂർ വരുന്നത് 7 വർഷമാണ്. ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കിനി നോക്കാം. ഈ ഒരു പദ്ധതിയിലും നമുക്ക് ലംസമായി മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ 6 മാസത്തിലോ ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു തുക ലംസമായി നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം നമ്മൾ 1000
രൂപയെങ്കിലും ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. മാക്സിമം എത്ര രൂപ വരെ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ റിട്ടേൺ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുകയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഓരോ 6 മാസത്തിലും നേടാൻ സാധിക്കും. ക്യുമുലേറ്റീവ് ഓപ്ഷൻ ഈ ഒരു സ്കീമിൽ ഇല്ല. ഇനി ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് റിട്ടേൺ ലഭിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഓരോ 6 മാസത്തിലും ഏകദേശം 40,250 രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും. ഇനി ഈ ഒരു പദ്ധതി ആർക്കൊക്കെയാണ് അനുയോജ്യമായതെന്ന് നമുക്ക് നോക്കാം. വർഷത്തിൽ 2 മാസം ഫിക്സഡ് ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഞാൻ പറഞ്ഞു ഓരോ 6 മാസത്തിലുമാണ് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 2 തവണയാണ് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ വർഷത്തിൽ 2 തവണ ഇൻട്രസ്റ്റ് റേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസിനോട് പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 9 സ്കീമുകളിലെ 2 സ്കീമുകളെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു. ഇനി നമുക്ക് 3ാമത്തെ സ്കീം എന്താണെന്ന് നോക്കാം. സുകന്യ സമൃദ്ധി യോജന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്നിരുന്നാലും നമ്മളുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജന എന്ന പദ്ധതിയെ കുറിച്ച് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയി ഏകദേശം ലഭിക്കുന്നത് 8.2% ഈ ഒരു പദ്ധതിയുടെ മെച്യൂരിറ്റി ടൈം പീരീഡ് വരുന്നത് 21 വർഷമാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രതിമാസമോ അല്ലെങ്കിൽ വർഷത്തിലോ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത 2 പദ്ധതികളും ഒരു ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു തുകയിൽ നിന്ന് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നേടാൻ സാധിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സുകന്യ സമൃദ്ധി യോജനയിൽ നമ്മൾ ലംസം എമൗണ്ട് നിക്ഷേപിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതിമാസത്തിലോ അല്ലെങ്കിൽ പ്രതി വർഷത്തിലോ നമുക്ക് ഒരു എമൗണ്ട് ഈ ഒരു പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ 250 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. വളരെ കുറഞ്ഞൊരു തുകയാണ്. നമ്മളുടെ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് മിനിമം 250 രൂപ കൊണ്ട് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ്. ഈ ഒരു പദ്ധതിയിലെ റിട്ടേൺ എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്ന് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പദ്ധതിയുടെ ടെന്യൂർ വരുന്നത് 21 വർഷമാണ്. ആ ഒരു 21 വർഷത്തിന് ശേഷം നമ്മൾ നിക്ഷേപിച്ച മുഴുവൻ തുകയും പ്ലസ് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടി ചേർത്ത് നമുക്ക് റിട്ടേൺ ആയി നേടാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മളുടെ പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ പാർഷ്യൽ വിഡ്രോവൽ എടുക്കാനുള്ള ഒരു അനുമതിയും ഈ ഒരു പദ്ധതിയിലുണ്ട്. ഇനി ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഈ ഒരു പദ്ധതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ പ്രതിമാസം നിങ്ങളുടെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു 5000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ മെച്യൂരിറ്റി സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 29 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ റിട്ടേൺ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതി ഇനി ആർക്കാണ് അനുയോജ്യമായതെന്ന് നോക്കാം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു പദ്ധതിയുടെ ടാക്സ് ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇഇഇ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നിക്ഷേപിച്ച ആ ഒരു തുകയ്ക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും ടാക്സ് ഫ്രീ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് അവസാനം ലഭിക്കുന്ന റിട്ടേൺ ആ ഒരു ടോട്ടൽ എമൗണ്ട് പ്ലസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ചേർത്താണ് റിട്ടേൺ ലഭിക്കുന്നത്. ആ ഒരു തുകയും ടാക്സ് ഫ്രീ ആണ്. ഇത് വളരെ നല്ല ബെനിഫിറ്റ് നൽകുന്ന ഒരു സ്കീമാണ്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ സർക്കാർ പിന്തുണയോട് കൂടെയുള്ള സുകന്യ സമൃദ്ധി യോജന എന്ന സ്കീമിൽ ജോയിൻ ചെയ്യൂ. ഫ്യൂച്ചറിൽ നമ്മളുടെ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത സ്കീം നോക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, പോമിസ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയി ലഭിക്കുന്നത് ഏകദേശം 7.4% വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ടൈം പീരീഡ് ടെന്യൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷമാണ് വരുന്നത്. ഈ ഒരു പദ്ധതിയിൽ ലംസമായി മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എത്ര രൂപ വരെയാണ് മാക്സിമം ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ സിംഗിൾ അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് 9 ലക്ഷം രൂപ വരെയാണ്. നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മന്ത്ലി പേ ഔട്ട് ആയി ലഭിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ സിംഗിൾ അക്കൗണ്ട്
അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 9 ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ 9 ലക്ഷം രൂപ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം ആ ഒരു തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയി ഏകദേശം 5550 രൂപ വരെ നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്കീം ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. പ്രതിമാസം ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ സിംഗിൾ അക്കൗണ്ടായോ അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടായോ 9 ലക്ഷമോ അല്ലെങ്കിൽ 15 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം ഒരു വരുമാനമായി നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നേടാൻ സാധിക്കും. അങ്ങനെ പ്രതിമാസം വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്കീം എന്താണെന്ന് നോക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 8.2%. ഈ ഒരു പദ്ധതിയുടെ കാലാവധി വരുന്നത് 5 വർഷമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നമുക്ക് ലംസമായി ഒരു എമൗണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഒരു തുക ലംസമായി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം 30 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റിട്ടേൺ ലഭിക്കുന്നത് നോക്കാം. നിങ്ങൾ ഒരു തുക ഈ ഒരു പദ്ധതിയിൽ ലംസമായി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 3 മാസത്തിലും ആ ഒരു തുകയുടെ ഇൻട്രസ്റ്റ് നേടാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ആകുന്നത് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഓരോ 3 മാസത്തിലും ഏകദേശം 20,500 രൂപ പലിശയായി നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി ആർക്കൊക്കെയാണ് അനുയോജ്യമായതെന്ന് നോക്കാം. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു പദ്ധതിയുടെ ടാക്സ് ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 80C പ്രകാരം ടാക്സ് ഡിഡക്ഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സബിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്കീം എന്താണെന്ന് നോക്കാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 7.1% വരെയാണ്. ഈ ഒരു പദ്ധതിയുടെ കാലാവധി നമ്മൾ നോക്കുകയാണെങ്കിൽ 15 വർഷമാണ് ഈ ഒരു പദ്ധതിയുടെ കാലാവധി. ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നമുക്ക് മാസം തോറുമോ അല്ലെങ്കിൽ വർഷം തോറുമോ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു വർഷത്തിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മുകളിൽ പറഞ്ഞ സ്കീമുകളിൽ ഉള്ളതുപോലെ നമുക്ക് പ്രതിമാസം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ ലഭിക്കില്ല. നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുകയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷവും കോമ്പൗണ്ടിങ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ ഒരു പദ്ധതിയുടെ കാലാവധി ടെന്യൂർ വരുന്നത് 15 വർഷമാണ്. ആ ഒരു 15 വർഷം കഴിയുമ്പോൾ നമുക്ക് മുഴുവൻ എമൗണ്ടും നേടാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ പ്രതിവർഷം 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 വർഷത്തിന് ശേഷം ഏകദേശം 40 ലക്ഷത്തോളം രൂപ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ ആരൊക്കെയാണ് അനുയോജ്യരായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ലോങ് ടൈം ആയി സേഫ് വെൽത്ത് ക്രിയേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ടാക്സ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഈ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു തുക ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ആയി ലഭിക്കുന്നത് അതും ടാക്സ് ഫ്രീ ആണ്. ടോട്ടൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺ ആണോ ലഭിക്കുന്നത് ആ ഒരു തുകയും ടാക്സ് ഫ്രീ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്കീം എന്താണെന്ന് നോക്കാം. നാഷണൽ പെൻഷൻ സിസ്റ്റം. ഹൈബ്രിഡ് ഗ്രോത്ത് പ്ലസ് പെൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു പദ്ധതിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അതായത് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഈ ഒരു സ്കീമിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിന് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 9 മുതൽ 12% വരെ ഇൻട്രസ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ പ്രതിമാസമോ അല്ലെങ്കിൽ പ്രതിവർഷമോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല കോൺട്രിബ്യൂഷൻ ഫ്ലെക്സിബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ലഭിക്കുന്നതെന്ന് നോക്കാം. 60 വയസ്സിന് മുൻപ് ഫുൾ വിഡ്രോവൽ സാധ്യമല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ 60% ലംസം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 40% പെൻഷൻ പ്ലാൻ വാങ്ങണം. അതിലൂടെ നമുക്ക് ലൈഫ് ടൈം മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി ആർക്കാണ് അനുയോജ്യം
അനുയോജ്യമായെന്ന് നോക്കാം. യങ് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 60 വയസ്സിന് ശേഷം നമുക്ക് റിട്ടയർമെന്റ് കൂടുതൽ സുഖപ്രദമാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് 100% ഫിക്സഡ് റിട്ടേൺ അല്ല. മാർക്കറ്റ് റിസ്ക് ഉണ്ടാകും. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടൽ പെൻഷൻ യോജന, ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത് സ്മോൾ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് പെൻഷൻ. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു തുക ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൻഷൻ പ്ലാനിനെയും ആശ്രയിച്ചാണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം മാത്രമാണ് ഈ ഒരു പദ്ധതിയിലൂടെ റിട്ടേൺ നേടാൻ സാധിക്കുകയുള്ളൂ. മന്ത്ലി പെൻഷനായി നിങ്ങൾക്ക് 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 5000 രൂപ എന്നിങ്ങനെയുള്ള തുകകൾ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതി ആർക്കാണ് അനുയോജ്യമായതെന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഒരു കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് 60 വയസ്സിന് ശേഷം നമുക്ക് പെൻഷനായി നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പ്രായപരിധിക്ക് ഇടയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള നോൺ ടാക്സ് പേയേഴ്സിനാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ്. ഇനി നമുക്ക് അവസാനത്തെ സ്കീമായ 9ാമത്തെ സ്കീമായ കിസാൻ വികാസ് പത്ര എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ പണം ഇരട്ടിയാക്കാനുള്ള ഒരു സ്കീമാണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 7.5% വരെ ഇൻട്രസ്റ്റ് നേടാൻ സാധിക്കും. ഇനി നമുക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഡബിൾ ആകാനുള്ള ആ ഒരു ടൈം പീരീഡ് എത്രയാണെന്ന് നോക്കാം. 115 മാസം, അതായത് ഏകദേശം 9 വർഷവും 7 മാസവും കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഇരട്ടിയാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നമുക്ക് ലംസമായി മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ മാക്സിമം ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ റിട്ടേൺ എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. നമ്മൾ മുൻപേ കുറെ പദ്ധതി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മന്ത്ലി ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് 3 മാസത്തിൽ ഒരിക്കൽ ലഭിക്കും. അങ്ങനെ പല പദ്ധതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ ഒരു പദ്ധതിയിൽ നമുക്ക് അങ്ങനെ മന്ത്ലി ഒന്നും തന്നെ ലഭിക്കില്ല. നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു പദ്ധതി ഈ ഒരു കാലയളവിന് ശേഷം ഏകദേശം 9 വർഷവും 7 മാസവും കഴിയുമ്പോൾ നമ്മൾ നൽകിയ തുക നമുക്ക് ഇരട്ടിയായി തിരിച്ചു ലഭിക്കുന്നു. അതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിച്ചതെങ്കിൽ ഏകദേശം 115 മാസത്തിന് ശേഷം 10 ലക്ഷം രൂപയായി നമുക്ക് തിരികെ ലഭിക്കുന്നു. ആരാണ് ഈ ഒരു പദ്ധതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് നൽകി അവർക്ക് ഉടനടി ആ ഒരു റിട്ടേൺ വേണ്ട, പക്ഷെ കാലങ്ങൾക്ക് ശേഷം അത് ഇരട്ടിയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ 9 ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. നിങ്ങൾക്ക് പ്രതിമാസം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു സ്കീം, അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന പണം ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കണമെങ്കിൽ അതിനൊരു സ്കീം, പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സ്കീം, പെൻഷന് വേണ്ടി ഒരു സ്കീം, അങ്ങനെ 9 സ്കീമുകളും നമ്മൾ വളരെ വ്യക്തമായി സംസാരിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.